അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഗുലാബ് ജാമിന്റെ റെസിപ്പിയിലാണ് വന്നിരിക്കുന്നത്. ഇത് മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഗുലാബ് ജാം എന്നൊക്കെ പറയുന്നത്. അതുപോലെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, കാരണം നല്ല സ്വീറ്റ് ആണല്ലോ ഇത്. ഞാനിന്ന് ഗുലാബ് ജാം ചെയ്യാനായിട്ട് പോകുന്നത് കറക്റ്റ് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ്, അതായത് എങ്ങനെയാണോ യഥാർത്ഥമായിട്ടുള്ള ഗുലാബ് ജാം ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് ഞാൻ ഇന്ന് ഗുലാബ് ജാം തയ്യാറാക്കുന്നത്. ഇപ്പോൾ നമുക്ക് പല രീതിയിൽ ബ്രെഡൊക്കെ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഗുലാബ് ജാം തയ്യാറാക്കാം. പക്ഷേ ഇന്ന് ഞാനിവിടെ പാല് കൊണ്ടാണ് ഞാനിത് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവർക്കും പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഗുലാബ് ജാം തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ഗുലാബ് ജാം ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ഒരു കവറ് പാലാണ്. ഈ പാല് വെച്ചിട്ടാണ് നമ്മളിന്ന് ഗുലാബ് ജാം ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിൽമയുടെ ഒരു കവറ് പാലാണ്. ഇതാണ് കറക്റ്റ് അളവെന്ന് പറയുന്നത്. ഒരു കവറ് പാലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പാല് പൊട്ടിച്ച് നമ്മുടെ പാത്രത്തിലോട്ട് ഒഴിക്കാം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനൊരു വോക്ക് പാനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ പാല് പൊട്ടിച്ച് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു കവറ് പാല് പൊട്ടിച്ച് ഈ പാനിലോട്ട് ഒഴിക്കാം. അപ്പോൾ ഞാനിവിടെ പാല് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ തീ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ പാല് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണ്ട, എന്നാലും നമ്മൾ സ്പൂൺ അങ്ങനെ ഒത്തിരി നേരം മാറ്റി വെക്കാനായിട്ട് പാടില്ല. ഇങ്ങനെ ഒരു മിനിറ്റ് ഇടവിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഈ പാല് ലാസ്റ്റ് നല്ല കട്ടി പരുവാക്കി എടുക്കണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ ആ ഒരു ഇതെന്ന് പറയുന്നത് ഈ പാല് നല്ലതുപോലെ കട്ടിയാക്കി എടുക്കണം. നമ്മളിപ്പം തീ വെച്ചിരിക്കുന്ന മീഡിയം ഫ്ലെയിമിലാട്ടോ, വേറെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പ്യൂറായിട്ടുള്ള, അതായത് വെറും പാല് മാത്രമാണ് ഈ പാനിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിനി ഇതുപോലെ ഇളക്കി കൊടുത്ത് നമുക്കിത് കട്ടിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പാലിവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ തീ ഇങ്ങനെ നേരത്തെ മീഡിയം ഫ്ലെയിമിലല്ലേ വെച്ചിരുന്നത്. അപ്പം തിളച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ തീ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മളങ്ങനെ മീഡിയം ടു ലോ അങ്ങനെ ആ ഒരു രീതിയിൽ തീ കൂട്ടിയും കുറച്ചും ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, എന്നാലും നമ്മൾ ഒരു ഇത്തിരി നേരം ഇടവിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ താഴോട്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ ഈ പാലൊക്കെ സൈഡിൽ പറ്റി പിടിച്ചിരിക്കുമ്പോൾ ഒരു കരിഞ്ഞ സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഇതാ ഇങ്ങനായിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട്. പക്ഷേ ഇതല്ല, കുറച്ചുകൂടി കട്ടിയാവണം കേട്ടോ. കുറച്ചുകൂടി കട്ടിയാകുമ്പോഴേ നമുക്കിത് ഓഫ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പം നല്ലപോലെ വറ്റിയിട്ടുണ്ട്. ഒരു കവർ പാൽ ഒഴിച്ചതല്ലേ, ഇപ്പം നന്നായിട്ട് ഇതാ ഏകദേശം പാൻ്റെ അറ്റത്ത് വരെ ആയിട്ടുണ്ട്. അത്രയും വറ്റിയിട്ടുണ്ട്. പക്ഷേ ഇനിയും നമ്മളിത് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒരു ഡ്രൈ പരുവമാക്കി എടുക്കണം. നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ അറ്റത്തൊക്കെ പിടിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ടോ പാലിതാ ഈ ഒരു പരുവായിട്ട് വന്നിട്ടുണ്ട്. നല്ലതുപോലെ പാല് വറ്റി ഇതാ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനൊരു പരുവായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ തീയങ്ങ് ഓഫ് ചെയ്തു. ഇതൊരു 1-2 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈഡിൽ പിടിച്ചിരിക്കുന്ന എല്ലാം ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ താഴോട്ടാക്കി ഇത് ഒരു മിക്സ് ആക്കി ഇങ്ങനെ എടുക്കണം. അപ്പം നമ്മൾ ഒരു കവർ പാൽ ഒഴിച്ചതാ ഇങ്ങനെ കണ്ടില്ലേ, ഈ ഒരു ഇത്രയും കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ചെയ്യാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞില്ലേ, ഈ ഒരു മിക്സ്ചർ ഇനി തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ നേരത്തെ പാലിൻ്റെ ആ ഒരു മിക്സ്ചർ ഞാൻ മാറ്റി വെച്ചു തണുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് അടുത്ത പഞ്ചസാര ലായനി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ പഞ്ചസാര ലായനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു പാത്രം എടുത്ത് ഞാനിപ്പോൾ ഇങ്ങനെ ഇത് കണക്കൊരു ചായപാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ മെഷർമെൻറ്റ് കപ്പിൽ കറക്റ്റ് 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇപ്പോൾ ഈ പാത്രത്തിലോട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കറക്റ്റ് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് ഇടേണ്ടത് ഒരു 3 അല്ലെങ്കിൽ ഒരു 4 ഏലക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കറക്റ്റ് ഒരു 3 ഏലക്കയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് ഏലക്ക ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പഞ്ചസാര ഈ ഒരു വെള്ളത്തിലോട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കാം.
എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഈ ആഡ് ചെയ്തിരിക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ, അത് ഈ വെള്ളത്തിൽ നന്നായിട്ട് അലിയണം. അലിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു തിളയ്ക്കുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അല്ലാതെ കട്ടിയാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാര ലൈൻ ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കറക്റ്റ് ഏകദേശം ഒരു 1 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്കങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ തീ ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ തണുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാലിന്റെ ആ ഒരു കട്ടി മിക്സ്ചർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഏകദേശം തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ പാലിന്റെ മിക്സ്ചർ ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് മൈദയാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിതൊരു ബോൾ പരുവത്തിന് ഉരുട്ടിയെടുക്കണം. ആ ഒരു പരുവത്തിന് മൈദ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ മൈദയാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കറക്റ്റ് ഇതിൽ 2 ടേബിൾ സ്പൂൺ മൈദയെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നീട് ഞാൻ മൈദ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ കറക്റ്റ് നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദയെ ആവശ്യമുള്ളൂ. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ സോഡാപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ നെയ്യാണ്. ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതും കൂടി ആവുമ്പോഴത്തേക്ക് നമ്മുടെ ഈ മിക്സിങ് അങ്ങ് കഴിയും. അടുത്തതായിട്ട് നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ഇത് ബോൾസ് കണക്ക് ഉരുട്ടിയെടുക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മാവിട റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ബോളായിട്ട് ഉരുട്ടിയെടുക്കുന്നതിന് മുൻപ് ഞാൻ കയ്യിൽ നല്ലതുപോലെ എണ്ണ തൂവിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഞാൻ ചെറിയ ബോളുകളായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ കയ്യിൽ നല്ലതുപോലെ എണ്ണ തൂവിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിലാണ് ഞാൻ ബോളിന്റെ സൈസ് എന്ന് പറയുന്നത് ഈ ഒരു അളവാണ്. ഈ ഒരു അളവിലാണ് ഞാൻ എല്ലാം എടുക്കുന്നത്. ഇത് നല്ലതുപോലെ നമുക്ക് ബോളായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബോൾ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ ഈ ബാക്കി ഇരിക്കുന്ന മാവെല്ലാം ചെറിയ ഉരുളകളാക്കി നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ കറക്റ്റ് ഒരു 8 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോകുവാണ് കേട്ടോ. അടുത്തതായിട്ട് ഞാനിത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു പാത്രം എടുത്ത് അടുപ്പിലോട്ട് വെക്കാം. ഞാനിവിടെ ഒരു അലൂമിനിയത്തിന്റെ ഇരുമ്പ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ചട്ടി ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ബോൾസ് ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഓവറായിട്ട് എണ്ണ ചൂടാവേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ചൊരു മീഡിയം ആ ഒരു ലെവലിൽ എണ്ണ ചൂടായാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഈ ബോൾസ് ഇടുമ്പോഴത്തേക്ക് നല്ല ചൂടായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന ആ ബോൾ ഇടുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളൊന്നും വേവത്തില്ല. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ ഓരോ ഉരുളകളായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഉടനെ ഇളക്കാനായിട്ട് പോകരുത് കേട്ടോ. കാരണം ഇത് അടിയിൽ ഇങ്ങനെ പിടിക്കും. അതുകൊണ്ടാണ് ഇട്ട് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1 മിനിറ്റിന് ശേഷം മാത്രമേ ഇത് ഇളക്കി കൊടുക്കാവുള്ളൂ. കണ്ടോ, ഇടുന്ന ഉടനെ തന്നെ ഇതിന്റെ കളർ എങ്ങനെയെങ്കിലും മാറും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എണ്ണ അധികം ചൂടാവരുതെന്ന് പറഞ്ഞത്. നമുക്ക് പതുക്കെ ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം നമുക്ക്. ഇതിപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇതിന്റെ കളർ മാറി നല്ലതുപോലെ ബ്രൗൺ കളറായിട്ട് വരണം. അതുവരെ നമുക്കിങ്ങനെ തിരിച്ചും മറിച്ചിട്ടും കൊടുത്ത് ഇതിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമൊക്കെ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റാം. ഈ എണ്ണയിൽ നിന്ന് നേരെ കോരിയെടുത്ത് ഞാൻ ആ ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള എല്ലാ ഗുലാബ് ജാമും ഞാൻ ഈ പഞ്ചസാര ലായനിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കറക്റ്റ് ഒരു 2 മണിക്കൂർ ഇതിനകത്ത് കിടക്കണം കേട്ടോ. 2 മണിക്കൂർ ഇതിനകത്ത് കിടന്നാലേ ആ ഒരു പഞ്ചസാരയൊക്കെ ഇതിനകത്ത് നന്നായിട്ട് പിടിക്കത്തുള്ളൂ. ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ കഴിക്കുമ്പോഴത്തേക്ക്. അപ്പോൾ ഇത് കറക്റ്റ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇതെടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട് ഇത് ചെയ്യുന്നതിൽ. പക്ഷേ എന്നാലും അവസാനം ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഗുലാബ് ജാംസ് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ കറക്റ്റ് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗുലാബ് ജാമൊക്കെ ഇവിടെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് കഴിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണമെങ്കിൽ കഴിക്കാം, ഒരു കുഴപ്പമില്ല.
അപ്പോൾ ഞങ്ങളിത് ഇപ്പോൾ ഇത് കഴിക്കാനായിട്ട് പോവാണ്. ഇപ്പം നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗുലാബ് ജാം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒരു കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി വേറെ ഡിഷുമായിട്ട് കാണുന്നത് വരേക്കും. Till then, signing off, Jincy. Thank you.